ഡൈ ചെയ്ത ഡ്രസ്സ് ഇത്രയും ആൾക്കാർക്ക് ട്രൈ ആക്കണം എന്നുള്ള ഞാൻ മുമ്പിട്ട വീഡിയോയിൽ അത്രയും മെസ്സേജ് എനിക്ക് വന്നേരട്ടോ എനിക്ക് തിന്നത് അത്രയും മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്, ഇത് വാഷ് ചെയ്താൽ പോവോ, അങ്ങനെ ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് പക്കല് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആ ഡൈ ചെയ്യിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണ എനിക്കില്ല എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇപ്പം യൂസ് ചെയ്തിട്ട് കുറച്ചായി, അപ്പം എന്തായാലും റിവ്യൂ ഇട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. സംഭവം എഡിറ്റൊക്കെ ചെയ്തിട്ട് 1 മന്തായി, വെഡിങ് കഴിഞ്ഞിട്ട് 1 മന്തായി. പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറച്ച് ലേറ്റ് ആയി പോയിന്നേ ഉള്ളൂ. പിന്നെ 2 ദിവസം മുമ്പ് കാക്കും കത്തിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ചാൾ 2 എണ്ണം എടുത്തിട്ടുണ്ട് വെഡിങ്ങിൻ്റെ തലേ ദിവസത്തേക്ക് വന്നത്തേക്കും. ഈ ഒരു കളർ വെഡിങ്ങിൻ്റെ തലേ ദിവസത്തേക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ് കുറച്ച് മാറ്റുണ്ട്, കുറച്ച് ലൈറ്റ് പിന്നെ കുറച്ച് ഡാർക്ക്, അങ്ങനെ പല ഷെയ്ഡിലേക്കാണ് കുറച്ച് ആൾക്കാർ എടുത്തിട്ടുള്ളത്. 1.5 മീറ്ററാണ് ഒരാൾക്ക് എടുത്തിട്ടുള്ളത്. 1.5 മീറ്ററിന് ഒരാൾക്ക് ഡൈ ചെയ്തതടക്കം റേറ്റ് വരുന്നത് 2,200 വരുന്നത്. എല്ലാവർക്കും ചുരിദാർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കസിൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത്. ഷാൾമലൊക്കെ ഏകദേശം ഒരേ ഡിസൈൻ തന്നെ, പക്ഷേങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പുമ്പോൾ ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് വന്ന മെസ്സേജാണ് ഇത് ഡ്രൈ വാഷ് ആണോ നോർമൽ വാഷ് ആണോ എന്നുള്ളത്. ഞാൻ വിചാരിച്ച നോർമലി വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ അങ്ങനെ പറ്റത്തില്ല, നോർമൽ വാഷ് പറ്റത്തില്ല. ഇത് ഡ്രൈ വാഷ് ആണ് സംഭവം. അതുകൊണ്ട് 2-3 ഇടലൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്താൽ മതി. വെഡിങ്ങിന് അന്നത്തേക്ക് ഞാൻ എടുത്തത് കുറച്ച് ഹെവി വർക്കുള്ള സ്റ്റോൺ വർക്കുള്ള ഒരു സ്കൈ ബ്ലൂ കളറിലേക്ക് ഡൈ ചെയ്യിപ്പിച്ച ഒരു ഷെറർ ടൈപ്പ് സ്റ്റിച്ച് ചെയ്താണ്. അതെന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ പോസ്റ്റ് ചെയ്യാം. സംഭവം വെഡിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രൈഡും ഗ്രൂമും എത്തേണ്ട ഇടത്തിലെത്തിയേക്ക്. പക്ഷേ എന്താക്കാനാ ഇങ്ങനെ കഴിപ്പോയി. അപ്പം ശരി, ടാറ്റ എന്നാലേ.